ഇത്രയും ഗംഭീരയായിരുന്ന ഒരു രാഷ്ട്രം, ഇത്രയും ഗംഭീരമായ ഒരു സംസ്കാരം നിലനിന്നിരുന്ന രാഷ്ട്രം എങ്ങനെയാണ് ഈ പരുവത്തിലെത്തിയത്? അതും ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ഈ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പോലുള്ളവർ പറയുന്നുണ്ട് കേമ എന്നു ഈ രാഷ്ട്രത്തിലുള്ളതല്ല. കേമ ആണെന്ന് പറഞ്ഞത് വല്ല കാര്യമുണ്ട്, ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അതും ചിന്തിക്കണം. അതിനെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ചന്ദ്രഗുപ്ത മൗര്യനിലേക്ക് കൊണ്ടുപോകണം. ഭാരതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരാള് ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മകൻ ബിന്ദുസാരൻ, ബിന്ദുസാരന്റെ മകൻ അശോകൻ. അശോകനാണ് ഇന്ത്യയെ ഏകീകരിപ്പിച്ചതിന്റെ ക്രെഡിറ്റ്. ഇന്ത്യയെ ഏകീകരിപ്പിച്ച അതേ ആളാണ് ഇന്ത്യയെ ദുർബലപ്പെടുത്താനും കാരണം. കലിംഗ യുദ്ധത്തിന് ശേഷം ബൗദ്ധമതം സ്വീകരിച്ച അശോക ചക്രവർത്തി അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് കൊണ്ട് ആ രാഷ്ട്രത്തിന്റെ സൈനിക ശക്തി ബലഹീനമാവുകയും ബലഹീനമായപ്പോൾ മുതലാണ് പരദേശികൾ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങിയതും എന്നുള്ളത് ചരിത്ര സത്യം. ഗീതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നു, പരധർമ്മോ ഭയാവഹ. പരന്റെ ധർമ്മം, മറ്റൊരാളുടെ ധർമ്മം, മറ്റൊരാളുടെ ശരി, അത് എത്ര തന്നെ ശ്രേഷ്ഠമാണെങ്കിലും നമ്മുടെ ശരിയല്ല എങ്കിൽ അത് സ്വീകരിച്ചാൽ നമുക്ക് ഭയാവഹം, ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. ഇന്നത്തെ ഭാരതത്തിന്റെ സ്ഥിതി ഭയാവഹമാണ്. കാരണം സ്വധർമ്മ പരിത്യാഗം ബലഹീനതയ്ക്ക് കാരണമാകും. അശോക മഹാരാജാവിന്റെ സ്വധർമ്മ പരിത്യാഗം, അദ്ദേഹം ഭാരതീയ സംസ്കൃതികളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ അതിനെ പരിത്യജിച്ച് മറ്റൊരു ധർമ്മം സ്വീകരിച്ചപ്പോൾ സ്വധർമ്മ പരിത്യാഗം വരുത്തിയ ക്ഷീണമാണ് ഇന്നും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് സ്വധർമാനുഷ്ഠാനത്തിലേക്ക് ഉണരേണ്ടത് അനിവാര്യമായ കാര്യം. അപ്പോൾ അത് നമ്മൾ ആ ചോദ്യത്തിന് നമ്മൾ ഏകദേശം ഉത്തരം പറഞ്ഞു. അപ്പോൾ ത്യാഗം കൊടുക്കുകയാണ്, കൊടുത്താൽ നേടുകയും ചെയ്യാം. കാരണം കൊടുക്കുമ്പോഴാണ് അമരത്വം കിട്ടുക. കിട്ടാൻ വേണ്ടി തന്നെയാണ് കൊടുക്കുന്നത്. കാരണം കൊടുത്താൽ എന്താ കിട്ടുക? അമരത്വം. നമിക്കിൽ ഉയരാം, നൽകുകിൽ നേടാം. ഉള്ളൂരിന്റെ പ്രേമസംഗീതത്തില് നമിച്ചാലാണ് ഉയരുക, നൽകിയാലാണ് കിട്ടുക. അപ്പൊ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം, കൊടുത്താൽ എന്താ ഫലം, അതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. കാരണം യജ്ഞം, ത്യാഗം, വിജ്യ ഇതൊക്കെ കൊടുക്കുന്നതാണ്. കൊടുക്കണമെങ്കിൽ ഉണ്ടാവണം. എത്ര കൊടുക്കണം? നമ്മൾ അമ്പലത്തിൽ ആദ്യം കൊടുക്കാനുള്ള ഫലം നോക്കാം, പിന്നെ എത്ര കൊടുക്കണം എന്നുള്ളത് നോക്കാം. അഗ്നിയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ സമിത്തുക്കളെല്ലാം അഗ്നിയായി തീരുന്നത് പോലെ ഈശ്വരനിലേക്ക് കൊടുക്കുന്നതെല്ലാം ഈശ്വരനായി തീരും. അഗ്നിയിലേക്ക് എന്തിട്ടാലും തീയിലേക്ക് എന്തിട്ടാലും അത് തീയായി തീരും. അതുപോലെ നമ്മുടെ ഈശ്വരൻ എന്ത് കൊടുത്താലും അത് ഈശ്വരനായി തീരും, നമ്മളും ഈശ്വരനായി തീരും. എങ്ങനെ? നമ്മൾ ഓരോരുത്തരും അഭിമാന പുരസരം അഹങ്കാരത്തോടു കൂടി പറയുന്ന ഞാൻ എന്താണ്? ഇത്രയും കാലത്ത് നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ നേടിയതും നമുക്ക് നഷ്ടപ്പെട്ടതും, നമ്മുടെ ആശകളും നിരാശകളും മോഹങ്ങളും മോഹഭംഗങ്ങളും, ഇതിൻ്റെ ആകത്തുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്ന ഫലമായിട്ടുണ്ടായ ബോധമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നേട്ടകോട്ടങ്ങൾ, നഷ്ടലാഭങ്ങൾ, ആശനിരാശകൾ, സുഖദുഃഖങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ, അനുഭവം സ്വപ്രയത്നത്തിന്റെ പരിണത ഫലമാണ്. അനുഭവങ്ങളിലൂടെ ഊറി വന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ.